കാര്യമാണല്ലോ അവിടെ റീമ ഫാത്തിമയും മറ്റുള്ളവരൊക്കെ കയറ്റാൻ വേണ്ടിയിട്ടും ഇതേപോലത്തെ ആൾക്കാരെ ഉപയോഗിച്ചത്. അന്ന് അവരെന്താ ചെയ്തത്? അന്ന് ചെയ്തത് ഭക്തന്മാരെ മുഴുവൻ അടിച്ചു ഒതുക്കുന്ന അന്തരീക്ഷമല്ലേ കണ്ടത്. ഓടിച്ചിട്ട് തല്ലുക, ഓടിച്ചിട്ട് ഉപദ്രവിക്കുക, ഇതായിരുന്നല്ലോ ചെയ്തിരുന്നത്. അപ്പോൾ അന്നത്തെ അതേ ആളുകളെ തന്നെ ആയിരിക്കുമല്ലോ, അവർക്ക് മാറ്റം വന്നിട്ടില്ല ആ സ്വഭാവത്തിന്, ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം തുലാമാസ പൂജയ്ക്ക് ഇപ്രാവശ്യം വരുമ്പം അവർ പ്രതീക്ഷിക്കുന്നു അവിടെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടാവും, കുഴപ്പമുണ്ടാവും. കാരണം ആഗോള അയ്യപ്പ സംഗമവും അതേ സമയത്ത് തന്നെ അയ്യപ്പ ഭക്ത സംഗമവും ഒക്കെ നടത്തിക്കഴിഞ്ഞു. അപ്പം അയ്യപ്പ ഭക്തന്മാരായ യഥാർത്ഥ ഭക്തന്മാരവിടെ വരികയാണെങ്കിൽ ആ യഥാർത്ഥ ഭക്തന്മാരെ കൈകാര്യം ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ആയിരിക്കണമല്ലോ ഇത്തരം ക്രിമിനലുകളുള്ള പോലീസുകാരെ അവിടെ ഉപയോഗിക്കാൻ കാരണം. ആരുടെ നിർദ്ദേശപ്രകാരമാണ് ഇത് ചെയ്യുന്നത്? ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ്റെ അറിവുകളോട് കൂടിയിട്ടാണോ? അറിയാതെ നടക്കില്ല എന്തായാലും. പക്ഷേ എങ്ങനെ ഈ ഉന്നത ഉദ്യോഗസ്ഥന്മാർ പോലും അതാത് കാലത്ത് ഭരിക്കുന്ന കക്ഷികളുടെ ആഗ്രഹമനുസരിച്ച് പെരുമാറാൻ തയ്യാറാവുന്നു എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. അല്ല, ഈ ഞാൻ പറഞ്ഞതുപോലെ ഈ മാറ്റമുണ്ടായത് കുറച്ചു കാലങ്ങൾക്കുള്ളിലാണ്. മുൻപ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.